ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ രചന. അപ്പൊ മക്കളെ, നമ്മുടെ മുൻ വർഷങ്ങളിലും അതുപോലെ തന്നെ ഈ വർഷത്തും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള 8 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഒരു ചോദ്യം വരുന്നത്, അല്ലെങ്കിൽ 6 മാർക്കിന്റെ ഒക്കെ ചോദ്യം വരുന്ന ഒരു പാഠമാണ് ഏത്? അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന പി പത്മരാജന്റെ പാഠം. ഇനി എന്താണ് ഇതിന്റെ ആശയം എന്നൊന്ന് നമുക്ക് നോക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ കഥാസംഗ്രഹവും അതുപോലെ തന്നെ പാഠസംഗ്രഹവും എന്താന്ന് മിസ് പറഞ്ഞുതരാം. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിൽ ഒരു നട്ടുച്ചയ്ക്ക് തന്റെ അച്ഛന്റെയും അമ്മയുടെയും ചിത്രങ്ങൾ തേടി വിയർത്തു കിതച്ച് കയറി വരുന്ന ദിവാകരനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്, തന്റെ വ്യക്തിത്വം നിലനിർത്തണമെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാവില്ല, നമുക്കൊരു അച്ഛനും അമ്മയും ഉണ്ടാവും. അപ്പൊ അവരുടെ ഒരു ചിത്രം വേണം ആർക്ക്? നമ്മുടെ ദിവാകരന്. അപ്പൊ ദിവാകരൻ പല കടകളിലും കയറി ചെല്ലുകയാണ്. അങ്ങനെ വിയർത്തൊലിച്ച് നിൽക്കുന്ന ദിവാകരനാണ് നമ്മുടെ കഥയിലെ കഥാപാത്രം. തെരുവിന്റെ ഇരുവശവും വൈദ്യുതി അലങ്കാരങ്ങളാൽ മിനുങ്ങി നിൽക്കുന്ന കടകളിൽ 10,000-കണക്കിനുള്ള ചിത്രങ്ങളിൽ താൻ അന്വേഷിക്കുന്ന പടമുണ്ടോ എന്ന് അദ്ദേഹം പരതുന്നു. സന്ധ്യയ്ക്ക് 16ാമത്തെ കടയിൽ നിന്നും വെറും കൈയുമായി ദിവാകരൻ ഇറങ്ങി. ഗൃഹാതുരമായിട്ടുള്ള അന്വേഷണം വീണ്ടും തുടർന്നു. രാത്രി കനക്കുകയും ഒരു ഭയം അയാളിൽ നിരുത്സാഹം ജനിപ്പിക്കുകയും ചെയ്തു. ബന്ധുക്കളുടെ ചിത്രം തിരഞ്ഞ് പകച്ചു നിൽക്കെ 2 കൊച്ചുകുട്ടികൾ ചൊടിയുള്ള കാലടി ശബ്ദത്തോടെ ആ കടയിലേക്ക് കയറി വരികയും ഭിത്തിയിൽ ചാരി നിന്നിരുന്ന ദിവാകരനെ വലിയൊരു കടലാസ് കൂട്ടിൽ പൊതിഞ്ഞ് വാങ്ങുകയും ചെയ്തു. അപ്പോൾ പുറത്ത് തെരുവിൽ വെളുപ്പാൻ കാലം ആകുന്നത് ദിവാകരൻ കണ്ടു. ഇതാണ് കഥയുടെ ഒരു ആശയം. അതായത് ഇത്രയുള്ള മക്കളെ, ഇന്നത്തെ കാലത്ത് നമ്മൾ പോലും എങ്ങനെയാണ് കമ്പോള വ്യവസ്ഥിതിയുടെ അടിമയാകുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഒരു വലിയൊരു മോളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം വാങ്ങാൻ മതിയാവും. പക്ഷെ എന്താണ്, അവിടെ ചിലപ്പോൾ നാളെ അവർ നമ്മളെ ആയിരിക്കും മാർക്കറ്റ് ചെയ്യുന്നത്. ഇവരിങ്ങനെ വന്നായിരുന്നു, അങ്ങനെ വന്നായിരുന്നു. അതുപോലെ തന്നെ ഒരു ചിത്രം വാങ്ങാൻ വന്നിട്ട് അവസാനം എന്താണ്, ഒരു ചിത്രമായിട്ട് തന്നെ പോലും അവർ കുഞ്ഞുങ്ങൾ വാങ്ങിപ്പോകുന്നേരം താൻ പോലും അവിടെ എന്താണ് ഒരു കച്ചവടമാക്കിയിട്ട് തന്നെ പോലും അവർ മാറ്റിയല്ലോ, അല്ലെ? സാധനം വാങ്ങാൻ വന്ന തന്നെ എന്താണ് ഒരു കച്ചവടമാക്കി അവർ മാറ്റിയല്ലോ. ഇന്നത്തെ ഈ കച്ചവട സമ്പ്രദായത്തെ ഒക്കെ എന്താണ് ഒരു കളിയാക്കുന്ന രീതിക്കുള്ള ഒരു പാഠഭാഗമാണ് നമ്മുടെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന പാഠഭാഗം. ഇനി നമ്മുടെ കഥയുടെ ആശയം ഒന്ന് നോക്കാം. ചെറുതല്ലെങ്കിലും ആധുനിക കഥാഖ്യാനത്തിന്റെ വലിയൊരു ഫ്രെയിമിൽ ചിത്രീകരിച്ചിട്ടുള്ള ദൃശ്യവിരുന്നാണ് അവകാശങ്ങളുടെ പ്രശ്നം. ഇതില് നമുക്ക് എന്താണ്, കഥ വായിക്കുന്നതാണെങ്കിലും ഇതിലെ ഓരോ വാക്യങ്ങളും വാഗ്മയ ചിത്രം, അതായത് വാക്ക് വായിക്കുന്ന സമയത്ത് വിയർത്തൊലിച്ച് വരിക എന്നൊക്കെ പറയുന്നേരം നമുക്ക് ആ ദിവാകരന്റെ വിയർപ്പ് നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. ഇങ്ങനെ എന്താണ് ഒരു ദൃശ്യ ചിത്രത്തിൽ എന്നതുപോലെ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു കഥയാണ് അവകാശങ്ങളുടെ പ്രശ്നം. നമുക്കൊക്കെ കാണാം അത്രയ്ക്കും എന്താണ് ഓരോരുത്തരുടെ ഭാവം, ഓരോരുത്തരുടെ അപ്പം അനുഭവിക്കുന്ന മാനസികാവസ്ഥ, ഇതൊക്കെ നമുക്ക് വായനക്കാരന് മനസ്സിലാക്കി തരാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വന്നാലും എഴുതണം. അങ്ങനെ ഒരു പകലും രാത്രിയും ഉദിച്ചു നിന്ന് അസ്തമിക്കുന്ന ദിവാകരനാണ് ഈ കഥയിലെ നായകൻ. മരിച്ചുപോയവരുടെ അവകാശിയായ ദിവാകരൻ തന്റെ ബന്ധങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നിടത്താണ് അവകാശങ്ങളുടെ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് അദ്ദേഹത്തിന് എന്താണ് ഒരു അവകാശം വേണം. തനിക്ക് ഒരു കുടുംബമുണ്ട് എന്നൊക്കെ കാണിക്കണമെങ്കിൽ തനിക്ക് എന്താണ് ഒരു ചിത്രം വേണം, ഇവരാണ് എൻ്റെത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുകയാണ് നമ്മുടെ ദിവാകരൻ. പക്ഷേ അവസാനം എന്താണ്, താനൊരു കച്ചവടമായിട്ട് മാറുകയാണ്, അല്ലെ? കഥാശീർഷകത്തിലെ അവകാശം എന്ന പദം ഉടമസ്ഥതയും ബന്ധങ്ങളും സൂചിപ്പിക്കുന്നു. അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഓരോന്നിന്റെ എന്തെങ്കിലും ഒന്നിന്റെ ഉടമസ്ഥതയാണ്. അപ്പൊ ആ ഉടമസ്ഥതയെയും ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് അവകാശം എന്ന് പറയുന്നത്. എന്നാൽ മരിച്ചവരുടെ ലോകത്ത് ബന്ധങ്ങൾക്ക് വിലയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊക്കെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമുക്ക് നാളെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ബന്ധം പറഞ്ഞു വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ മരിച്ച ലോകത്ത് നിന്ന് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധങ്ങൾക്ക് വിലയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കേ. ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും അല്ലെ ഒരു കുഞ്ഞും, അവരുടെ ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഈ മരിച്ചു പോയാൽ പരലോകത്ത് ഈ ബന്ധം അവർ വെച്ച് പുലർത്തുന്നുണ്ടോ? ഇല്ല. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് വിലയുണ്ടോ എന്നതാണ് ഇവിടെ. അതുകൊണ്ടാണ് അവസാനം കുട്ടി എന്താണ് ഈ ദിവാകരനെ വാങ്ങിപ്പോകുന്നത്. ഏതെങ്കിലും ഒരു പടം കിട്ടിയാൽ മതി, തനിക്ക് ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, മരിച്ചവര് വന്ന് പറയില്ലല്ലോ ഞാനല്ലാന്ന്. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ബന്ധത്തിന് വിലയുണ്ടോ എന്നതും ഈ കഥയിലെ ഒരു ചോദ്യം തന്നെയാണ്. അങ്ങനെ എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതായത് മരിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് വിലയുണ്ടോ, ആരെങ്കിലും ഒരാൾ പോരെ പറയാൻ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. മാന്ത്രിക യാഥാർത്ഥ്യങ്ങളുടെ വിവിധ ക്യാമറ കണ്ണുകളിലൂടെ നോക്കിയാണ് അവകാശങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത്. സ്വത്ത് പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു വ്യക്തിത്വം അല്ലെ, സ്വത്വത്തിന്റെ ആ ഒരു പ്രതിസന്ധി, നമ്മുടെ പാരമ്പര്യത്തിന്റെ ആ ഒരു പ്രതിസന്ധി. കമ്പോളവൽക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കച്ചവടവൽക്കരണം, നമ്മൾ എന്തെങ്കിലും മാർക്കറ്റിംഗ്, ആ ഒരു
ഇന്നത്തെ ഈ ഒരു ഉപഭോഗ സംസ്കാരത്തെയാണ് കമ്പോളവൽക്കരണം എന്ന് പറയുന്നത്. അതായത് എല്ലാം കച്ചവടത്തിന് വഴിമാറി കഴിഞ്ഞു നമ്മുടെ സമൂഹം. പിന്നെ അപമാനവീകരണം എന്നീ 3 ശീർഷകങ്ങളിലൂടെ പ്രധാനമായും കഥയിലെ കാഴ്ചകളെ ഭൂതക്കണ്ണാടിയിൽ എന്ന പോലെ കാണാം. ഇതാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത്. അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന കഥയിൽ പ്രധാനമായിട്ടും എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങൾക്ക് വിലയുണ്ടോ എന്നതാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊന്ന് നോക്കാം. ഏതെങ്കിലും കുറെ പടങ്ങൾ പോരെ, അല്ലെ, ഏതെങ്കിലും കുറെ പടങ്ങൾ പോരെ, ഇന്ന് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര ബുദ്ധിയാണോ, വെറുതെ സമയം പാഴാണ്. അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ ഈ സന്ദർഭം നൽകുന്ന പ്രാധാന്യം അല്ലെങ്കിൽ സൂചന എന്താണ്? ഒന്നാമത്തേത് എന്താണ്, ഏതെങ്കിലും പടങ്ങൾ പോരെ. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ബന്ധങ്ങൾക്ക് വിലയില്ല എന്നതിന്റെ സൂചനയാണ് അത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇന്ന് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കരുത് എന്ന് പറയുന്നത് ആർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ഒന്നിനും എന്താണ് സമയമില്ല, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നാളെ എന്താണ്, മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇങ്ങനെ എന്താണ്, സമയമില്ലാത്ത ദ്രുതഗതിയിൽ ഓടുന്ന നമ്മുടെ ആധുനിക സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യനെ പച്ചയ്ക്ക് വിഴുങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന വിപണിയുടെ ആർത്തിയാണ് കച്ചവടക്കാരന്റെ വാക്കുകളിൽ ധ്വനിക്കുന്നത്. കച്ചവടം മനുഷ്യബന്ധങ്ങളെ ഉപഭോക്താവിന്റെ താല്പര്യങ്ങളെയോ പരിഗണിക്കുന്നില്ല. ഇന്നത്തെ കച്ചവടത്തിന്റെ ഒരു രീതി പറയാണ്, അല്ലെ, നമ്മുടെ ആവശ്യം എന്താന്ന് കച്ചവടക്കാർ മനസ്സിലാക്കുന്നില്ല. ഒരു മോളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പേസ്റ്റ് ആയിരിക്കും വേണ്ടത്, അത് അവിടെ ഇല്ലെങ്കിൽ അവർ പറയും ഇത് ഉപയോഗിച്ചോളൂ, ഇത് നല്ലതാണ്, അത് നല്ലതാണ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ താല്പര്യം മനസ്സിലാക്കുന്നില്ല. അതാണ് കച്ചവടത്തിന്റെ ഇന്നത്തെ മനുഷ്യബന്ധങ്ങൾക്കോ എന്താണ് ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾക്കോ കച്ചവടക്കാർ വിലമതിക്കുന്നില്ല എന്നതാണ് ഇയാളുടെ ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ എന്താണ്, വസ്തുവിന്റെ ഗുണമേന്മ കാര്യമാക്കുന്നില്ല, അല്ലെ, അതും എന്താണ്, ഈ കച്ചവടക്കാരുടെ ഈ ഒരു കുരുട്ടുബുദ്ധിയെ തന്നെയാണ് ഈ ഒരു വരികളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇന്ന് തന്നെ വേണോ എന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര ബുദ്ധിയാണോ എന്ന് അവർ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിൽക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക്, അവരുടെ സാധനം വിൽക്കണം, അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വിൽക്കണം, അല്ലാതെ ഉപഭോക്താവിന്റെ ആവശ്യം അനുസരിച്ച് വിൽക്കണം എന്ന് അവർക്കില്ല. എന്തും വിറ്റ് പണമാക്കാനുള്ള തിടുക്കവും സഹതാപവും ഇല്ലാത്ത വിപണിയുടെ താക്കീതും വെറും സമയം പാഴാക്കലാണ് എന്ന വാക്യവും ഇവിടെ എന്താണ്, നമുക്ക് അത്രത്തോളം നമ്മളെ കിടുക്കുന്നതാണ്, അല്ലെ. അപ്പോ ഈ കച്ചവടത്തിന്റെ ഈ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ ഈ ഒരു എന്താ പറയുന്നത്, കച്ചവട തന്ത്രത്തെയാണ് ഈ വരികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിക്കൊള്ളണം. അടുത്ത ചോദ്യം നോക്കിയേ. വീണ്ടും 2-3 കടകൾ കൂടി പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ വെളിച്ചത്തിന് പിന്നിൽ ഒരു ചതിവുണ്ടെന്ന് മനസ്സിലായത്. വിപണിയുടെ എന്തെല്ലാം തന്ത്രമാണ് ഇവിടെ, നിങ്ങൾ തന്നെ ആലോചിച്ചൊക്കെ, വിപണിയുടെ എന്തൊക്കെ തന്ത്രമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വസ്തുവിന്റെ സ്വാഭാവികമായ കാഴ്ചയെ കൂടുതൽ ആകർഷകമാക്കി മാറ്റുകയാണ് അവര്, അല്ലെ. അവരെന്ത് ചെയ്യുന്നു, ഫ്രണ്ടിൽ വെക്കുന്ന നേരം വെളിച്ചൊക്കെ പറ്റുന്ന നേരം എന്താണ്, കുറച്ചുകൂടെ അതിന്റെ ഭംഗി കൂട്ടിയിട്ട് ആളുകളെ വാങ്ങിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇത്തരം എന്താണ് ബ്രഹ്മാത്മകമായിട്ടുള്ള വെളിച്ചങ്ങൾ ആ വസ്തുവിന്റെ യഥാർത്ഥ രൂപത്തെ തമസ്കരിക്കുന്നു. അതിന്റെ ഒരു ഭംഗിയേക്കാളും എന്താണ്, ഇങ്ങനെ പുറത്തുനിന്ന് ഒരു എന്താ പറയുന്നത് ഇല്ലാത്തൊരു വെളിച്ചമൊക്കെ തട്ടിയിട്ട് അതിനെ ഭംഗി പൊലിപ്പിച്ച് കാട്ടുകയാണ്. അപ്പോൾ വെളിച്ചങ്ങൾക്ക് എല്ലാ എന്താണ് വസ്തുവും ഒരേപോലെ ആകർഷിക്കാൻ സാധിക്കും. ഉപഭോക്താവിനെ ഉൽപ്പന്നം വാങ്ങാൻ പ്രലോഭിപ്പിക്കുക എന്ന വിപണന തന്ത്രമാണ് ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നത്. വെളിച്ചത്തിന്റെ ധാരാളിത്തത്തിൽ പരിഭ്രമിച്ചു പോകുന്ന മനുഷ്യർ തനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആണെങ്കിൽ കൂടിയും അത് വാങ്ങാൻ നിർബന്ധിതരാകും. ഇങ്ങനെ പുറത്ത് വെളിച്ചം സൂര്യപ്രകാശം പറ്റുന്നിടത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് താല്പര്യമില്ലെങ്കിൽ കൂടെയും എന്താണ്, നമ്മളത് വാങ്ങാൻ ഒരുങ്ങും. കാരണം ഇങ്ങനെ സൂര്യപ്രകാശങ്ങൾക്ക്, സൂര്യരശ്മികൾക്ക് എല്ലാത്തിനെയും ഒരു ഭംഗി മാറ്റുകൂട്ടാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് വാങ്ങാൻ താല്പര്യമില്ലെങ്കിലും നമ്മൾ വാങ്ങും. അതുകൊണ്ടാണ് അവർ അങ്ങനെ വെളിച്ചമുള്ളിടത്ത് എന്താണ് വസ്തുക്കൾ വെക്കുന്നത്. അടുത്തൊരു ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. അക്കിത്തത്തിന്റെ ഈ വരികളെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയുടെ പ്രമേയവുമായി ബന്ധപ്പെടുത്തുക. വെളിച്ചം ദുഃഖമാണുണ്ണി, അല്ലെ, എന്താണ് അറിവ്, അതായത് നമ്മൾ പറയാറുണ്ട് തമസ് ഇരുട്ടാണ് സുഖം എന്ന് പറയാറുണ്ട്. എന്താ ഇവിടെ ശരിക്ക്, യഥാർത്ഥത്തിൽ ദുഃഖകരമാണെന്നും സത്യം തിരിച്ചറിയാതെ ഇരിക്കലാണ് സന്തോഷപ്രദം എന്നുമുള്ള അക്കിത്തത്തിന്റെ അറിവ്. അതായത് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് എന്താണ്, വെളിച്ചം എന്ന് പറയുന്നത് ഇവിടെ അറിവാണ്. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നമുക്ക് ദുഃഖമാണ്. നമുക്ക് കുറെ അറിയാൻ അല്ലെങ്കിൽ എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്ന സമയത്ത് നമുക്ക് ദുഃഖം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ അറിയാത്ത പോലെ ഇരിക്കുന്നതാണ് എന്ന് അക്കിത്തം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്, നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ ആധുനിക സമൂഹം മാറിയത്, അല്ലെങ്കിൽ എന്താണ് ബന്ധങ്ങൾക്ക് വിലയില്ല, കച്ചവടമാണ് ഇവിടെ പ്രധാനം എന്നൊക്കെയുള്ള തിരിച്ചറിവ് കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. അതിനും നല്ലത് നമ്മൾ ഒന്നും അറിയാതെ കാലത്തിനനുസരിച്ച് പോകുന്നതാണ്. അപ്പം
ഇവിടെയും പറയുന്നത് അതേപോലെ തന്നെയാണ്. പി പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നത്തിലെ പല സന്ദർഭങ്ങളുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പലതും കണ്ടില്ല എന്ന് നടിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലുത് എന്ന് ദിവാകരന് തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ്. കഥാവസാനത്തിൽ ദിവാകരനും ഒരു ഉൽപ്പന്നമായി മാറുന്ന കാഴ്ച, മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നു അത് എന്ന് തിരിച്ചറിവ്, ഛായാപടങ്ങളുടെ സമുദ്രത്തിൽ തനിക്ക് അവകാശമുള്ള മുഖം മറന്നു തുടങ്ങി എന്ന സന്ദേഹം, വെളിച്ചത്തിന്റെ ധാരാളിത്തത്തിൽ ഒരു ചതിവുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. പലതും എന്താണ്, മരിച്ചവരുടെ ചിത്രം വിൽക്കുന്ന ഒരു കടയാണ്, അപ്പോൾ അവിടെ തൻ്റെ എന്താണ് ചിത്രവും വിൽക്കപ്പെടുകയാണ്. അപ്പോൾ പലതും എന്താണ്, കണ്ടില്ല കേട്ടില്ല നടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് ആര്, ദിവാകരൻ ഇവിടെ ചിന്തിക്കുന്നത്. അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ ദൃശ്യഭാഷയ്ക്കാണ് പ്രാധാന്യം. ഇതിൽ കുറേ എന്താ പറയുന്നത്, ദൃശ്യഭാഷ, അതായത് നമുക്ക് കാണുന്നത് പോലെ അത് വായിക്കാം എന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എടുത്തെഴുതാനാണ് നിങ്ങളോട് പറയാം. അപ്പം നമ്മൾ എങ്ങനെ പറയും? ലിഖിത ഭാഷയിൽ നിന്ന് ദൃശ്യഭാഷയിലേക്കുള്ള വളർച്ചയാണ് പി പത്മരാജന്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന ചെറുകഥയെ ഏറെ ഹൃദ്യമാക്കി തീർക്കുന്നത്. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നു എന്ന പരാമർശത്തിൽ നിന്നും ഒരു ഉച്ചയ്ക്ക് ഒരാൾ വിയർത്ത് കിതച്ച് അവിടേക്ക് കയറി ചെന്നു എന്ന് തൊട്ടടുത്തുള്ള വാക്യത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ദൃശ്യ അനുഭവം നമുക്ക് ലഭിക്കുന്നു. ഒടുവിൽ കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങുമ്പോഴും ഈ ചാരുത വായനക്കാരന് ലഭിക്കുന്നു. കാരണം കഥാഖ്യാനങ്ങളെല്ലാം ദൃശ്യാത്മകമാണ്. അതുകൊണ്ട് തന്നെ കഥ നാടകീയവും ഹൃദയസ്പർശിയുമായി തീരുന്നു. ഫാന്റസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടെ നമ്മളെ ഭാവനാപരമായിട്ടുള്ള, ക്രിയേറ്റീവ് പരമായിട്ടുള്ള, നമ്മുടെ എന്താ പറയുന്നത്, സാധാ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള ഫാന്റസിയുടെ സാധ്യതകൾ കഥയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതും ദൃശ്യഭാഷയുടെ സഹായത്താലാണ്. പത്മരാജൻ എന്ന ചലച്ചിത്രകാരന്റെ തിരക്കഥാ സമാനമായിട്ടുള്ള ഒരു ആവിഷ്കരണമാണ് ഈ അവകാശങ്ങളുടെ പ്രശ്നം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അതുപോലെ സ്വത്ത് പ്രതിസന്ധി, അപമാനവീകരണം തുടങ്ങിയ ലെൻസുകളാണ് ഇത് ചിത്രീകരിക്കാൻ എടുത്തിട്ടുള്ള ക്യാമറകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സ്വത്ത് പ്രതിസന്ധി, അതുപോലെ തന്നെ അപമാനവീകരണം, ഇവയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. അപ്പം മെയിനായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ആശയം, അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, അതിന് വേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഏത് പാഠഭാഗത്തു നിന്ന് എസ്സേ വന്നു കഴിഞ്ഞാലും എഴുതാൻ വേണ്ട പോയിന്റ്സുകൾ നിങ്ങൾ എഴുതിയെടുത്തോളുക. അപ്പം മെയിനായിട്ട് നമുക്ക് ഇത്രയൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്, മരിച്ചു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് എന്തിനെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും പേരിൽ അവകാശം വെക്കുന്നതിൽ അർത്ഥമുണ്ടോ അല്ലെ? ഇവിടെ ദിവാകരൻ പോലും എന്താണ്, മരിച്ചു കഴിഞ്ഞതായിട്ടാണ് കച്ചവടക്കാർ വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.